ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കല്യാണി ഓരോരോ ക്വസ്റ്റ്യൻസ് കിരണിനോട് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ കല്യാണി, നീ അതും വിട്ട് കളഞ്ഞില്ലേ? ആ സിയെ ചോദിക്കുന്ന പോലെ നീ എന്നോട് ചോദിച്ചോണ്ടിരിക്കല്ലേ? അയാള് കുഴപ്പിച്ചതിനേക്കാളും നീ എന്നെ കുഴപ്പിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ കല്യാണി, ഞാൻ നിന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല കല്യാണി എന്നൊക്കെ പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും കിരണിന് ഒരു സമാധാനക്കേട് പോലെ തോന്നാട്ടെ. കല്യാണിക്ക് എന്തോ ഒരു സംശയമുണ്ട്. കല്യാണി അടുത്ത് ആദ്യമായിട്ടാണ് ഒരു കാര്യം താൻ പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന കാര്യത്തിൽ കിരണ് വല്ലാത്തൊരു സമാധാനക്കേടാണ്. ശേഷം കിരണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇതങ്ങനെ തന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് ഈ കല്യാണി സംശയിക്കുന്ന കാര്യം എങ്ങനെ പറഞ്ഞാലോ എന്ന് കിരൺ വിചാരിക്കുകയാണ്. കിരൺ നേരെ ചന്ദ്രസേനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ചന്ദ്രസേനോട് പറയുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ കല്യാണിക്കൊരു സംശയം പോലെ ഇങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പൊ സംശയം, എന്ത് സംശയം? അത് ആ ഒരു പുതിയൊരു സി എ ചാടിയിട്ടുണ്ടല്ലോ, ആ സി എ മാർട്ടിനല്ലേ? ഓ, ഒന്നും പറയണ്ട, ഒരു പ്രത്യേകതര ക്യാരക്ടറാണ് അയാള്. ഒരു കൈക്കൂലിക്കോ അഥവാ ഒരു സ്വാധീനത്തിനോ വീഴാത്ത ആള്. അയാൾക്ക് എന്ത് കേസ് കൊണ്ടുവരുന്നു ആ കേസ് നേരെ വാ നേരെ പോ എന്ന രീതിയിൽ തെളിയിക്കുന്ന ഒരു മനുഷ്യനാണ്. അല്ല, അയാളെ കുറിച്ച് നീ ഇപ്പൊ എന്തിനാ ഇവിടെ പറയണത്? ഒന്നും പറയണ്ടച്ചാ, ആ സ്റ്റെഫി പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവളുടെ കാമുകനായിട്ടുള്ള ഗംഗപ്രസാദിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്തിരിക്കുക പോലീസ് സ്റ്റേഷനിൽ. എന്നിട്ട് എന്താ, ആ സി എ അന്വേഷണം തുടങ്ങി, ഗംഗപ്രസാദിനെ കാണാത്തതിന്റെ അന്വേഷണം. അത് കുഴയോളുടെ മോനെ എന്ന് പറയുമ്പോ ഇന്നലെ അയാള് വീട്ടിൽ വന്നിരുന്നു. എന്നിട്ട് ഒരുമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നെ എന്തോ സംശയമുള്ള പോയാ ചോദിച്ചത്. അതിനെ കാരണമുണ്ട്. ആ സ്റ്റെഫി ആ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും, എന്നെയാണ് സംശയം, എന്നെയും കല്യാണിനെയൊക്കെയാണ് സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ല, അയാളോട് ഇതിന് ചോദിച്ചപ്പോ നിനക്ക് ഇതിന് പതർച്ചയോ കാര്യങ്ങളോ ഇങ്ങനെ ഇതിന് ഉണ്ടായോ? അച്ഛാ, അങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആകുമല്ലോ. എന്റെ ടെൻഷൻ കണ്ടിട്ട് കല്യാണിക്ക് പോലും സംശയം തോന്നി. പിന്നെ ആ സിയുടെ കാര്യം പറയണ്ടല്ലോ. സി ഐ പോയി കഴിഞ്ഞപ്പോഴേക്കും കല്യാണിന്റെ ഭാഗം കുറെ ക്വസ്റ്റ്യൻസ്. അവൾ എന്താ ചോദിച്ചത്? അല്ല, എന്താണ് ആ സി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്താ പതറച്ച പോലെ നിന്നത്, എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നി. അവൾക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഗംഗപ്രസാദ് വന്നിരുന്നു ഓഡിറ്റോറിയത്തിൽ, ഞാനോ രതീഷും വെയിലും കൂടി അയാൾ എന്തെങ്കിലും ചെയ്തതാണോ? ഗംഗപ്രസാദിനെ കൊന്നു കുഴിച്ചിട്ടോ? അങ്ങനെ പല പല ചോദ്യമാണ് കല്യാണി ചോദിക്കണത്. അവൾക്ക് അത്രമാത്രം സംശയമുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ കല്യാണി അങ്ങനെയാണല്ലോ മോനെ, നമ്മൾ എന്തൊക്കെ ഒളിച്ചു വെക്കാൻ കൂടുതൽ ശ്രമിക്കുന്നു അത് കൂടുതൽ അറിഞ്ഞുകൊണ്ടേയിരിക്കും കല്യാണി. അല്ല, അവളോട് സത്യം പറഞ്ഞതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കല്യാണി പെട്ടെന്ന് ഒരാളെ ഞാൻ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അത് താങ്ങാൻ പറ്റില്ല അച്ഛാ. അതാ ഞാൻ പറയാതിരുന്നത്. മോനെ, നിനക്ക് പറയാൻ അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സമയം വരികയാണെങ്കിൽ നീ അവൾക്ക് തുറന്നു പറഞ്ഞോ എന്ന് പറയണം. അച്ഛാ, ഞാനൊരു കാര്യം ഉറപ്പിച്ചു, ഈ സി എ മാർട്ടിൻ കേസ് എങ്ങാനും അന്വേഷിച്ച് തെളിയിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. എനിക്ക് ജയിലിൽ പോയിട്ട് വന്നാലും കുഴപ്പമില്ല അച്ഛാ. എടാ, നിന്നെ അങ്ങനെ ജയിലിൽ ഇട്ടിട്ട് ഞാനും നിന്റെ അമ്മയൊക്കെ സുഖമായിട്ട് ജീവിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ ജീവനോടുള്ളപ്പോ നീ ജയിലിലേക്ക് പോവില്ലടാ, അത് അച്ഛന്റെ വാക്കാണ് എന്നൊക്കെ ചന്ദ്രസേനൻ പറയുന്നു കേട്ടോ. അതിനുശേഷമാണെങ്കിൽ സി എ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് എസ് ഐനോട് പറയുന്നുണ്ട്, ഞാൻ ആ കിരണിന്റെ വീട്ടിൽ പോയിരുന്നു, അവരെ ക്വസ്റ്റ്യൻ ചെയ്തു. കല്യാണി ഓക്കെയാണ്, അവൾക്ക് അങ്ങനെ വലിയ എനിക്ക് സംശയം തോന്നിയില്ല, അവരുടെ പെരുമാറ്റത്തിൽ എനിക്ക് സംശയവും തോന്നിയില്ല. പക്ഷെ ഈ കിരൺ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ പെരുമാറ്റത്തിൽ എനിക്ക് വല്ലാത്തൊരു ഡൗട്ട് തോന്നി എന്ന് പറയണം. അപ്പൊ എസ് ഐ പറയണ്ട, അയ്യോ സാറേ, കിരൺ നല്ലൊരു ചെറുപ്പക്കാരനാണ്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം കിരൺ ഈ ഗംഗപ്രസാദിനെ പിടിക്കാൻ വേണ്ടി പോയതാണ്. അന്ന് ഒരു പ്രാവശ്യം ഞങ്ങൾ പോലീസുകാരെ ഏൽപ്പിച്ചു. 2ാമത്തെ പ്രാവശ്യം പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇയാൾ കാട്ടിൽ കയറി ഒളിച്ചത്. അല്ലാതെ കിരൺ അങ്ങനെ ഒരിക്കലും ഗംഗപ്രസാദിനെ അങ്ങനെ ഉപദ്രവം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിൽ കിട്ടിയ നന്നിട്ട് പെരുമാറി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ. നല്ല ചെറുപ്പക്കാരനാണ് കിരൺ, നല്ല ചെറുപ്പക്കാരനൊക്കെ തന്നെയാണ്. പക്ഷെ ഗംഗപ്രസാദ് അവരുടെ കുടുംബത്തിൽ ചെയ്ത ക്രൂരതകളൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ തളർന്നു കെട്ടി കിടക്കാണല്ലോ. പ്രത്യേകിച്ച് അവന്റെ ഭാര്യയുടെ അമ്മായിമ്മനെ കൊന്നത് ഗംഗപ്രസാദാണ്. പിന്നെ കാർത്തിക എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അച്ഛനെ കൊന്നത് ഗംഗപ്രസാദ്. പിന്നെ കാട്ടിലുള്ള പാവ മൂപ്പനെ കൊന്നത് ഗംഗപ്രസാദ്. അപ്പൊ അതിന്റെയൊക്കെ ശത്രുത ഉള്ളത് കൊണ്ട് തന്നെ ഈ കിരൺ എന്തെങ്കിലും ചെയ്തെന്ന് നമുക്ക് അറിയില്ലല്ലോ. കിരൺ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാളുടെ സംസാരത്തിലും അയാൾ മറുപടി പറഞ്ഞാലൊക്കെ എനിക്ക് ചില സംശയമൊക്കെ തോന്നിയിരുന്നു. മാത്രമല്ല, ഈ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ആള് ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ ഓഡിറ്റോറിയത്തിൽ കഷ്ടപ്പെട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ കാർത്തികേയനെ ലക്ഷ്മി അമ്മനെയൊക്കെ വകവരുത്താനാണല്ലോ അയാൾ പോയത്. അത് നടന്നില്ല. അപ്പൊ അത് നടന്നില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഗംഗപ്രസാദ് എന്തോ സംഭവിച്ചു എന്നല്ലേ? അല്ല, അയാൾ തിരിച്ചു വരേണ്ടതല്ലേ? അയാൾ തിരിച്ചു വന്നിട്ടുമില്ല. അപ്പൊ ആ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് തന്നെ അയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് തെളിയിക്കേണ്ടത്. ഓഡിറ്റോറിയത്തിലാണെങ്കിൽ ഒരു വശത്ത് മാത്രമേ ക്യാമറ ഉള്ളൂ, പിന്നെ ഉള്ളിൽ എവിടെയോ ക്യാമറ ഉണ്ട്. അതിന്റെ ഫുട്ടേജിനായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്നിങ്ങനെ പറയാണ്. അപ്പൊ എസ് ഐ ശരി സർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടുന്ന് പോയിട്ട് എസ് ഐ നേരെ ചന്ദ്രസേനെ വിളിക്കുകയാണ്. ചന്ദ്രസേനോട് പറയുന്നുണ്ട്, അതെ സർ, ഞാൻ ഇവിടുത്തെ എസ് ഐ ആണ്. ആ
പറ, ഇവിടുത്തെ പുതിയ CSRന്റെ സ്വഭാവം അറിയാലോ. CSRന് കിരൺ സാറിനെ വല്ലാത്ത സംശയം കേട്ടോ. കിരൺ സാർ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ, കിരൺ സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എസ് ചോദിക്കുമ്പോൾ ചന്ദ്രസേന ഇല്ലടോ, അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സാർ, എല്ലാന്നുണ്ടെങ്കിൽ ആ പ്രത്യേകതരം സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അയാള് ചിലപ്പോൾ മുഖവും തരവും ഒന്നും നോക്കില്ല. ഇതിനു മുമ്പ് എത്രയൊക്കെ നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും ഒരാളെ കൊന്ന ആൾക്ക് എത്ര ശിക്ഷ വാങ്ങി കൊടുക്കാവോ ആ ശിക്ഷ വേണമെങ്കിൽ ആ CA വാങ്ങിച്ചു കൊടുക്കും. അതുകൊണ്ട് കിരൺ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. സാറിനെയും കിരണിനെയൊക്കെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് SA ഫോം വെക്കുകയാണ്. അതിനുശേഷം കല്യാണി നേരെ പുറകിലേക്ക് പോവാണ്. കുറെ നേരം പുതിയൊരു തെങ്ങ് വെച്ചിട്ടുണ്ടല്ലോ, ഗംഗപ്രസാദനെ കൊന്നിട്ട് അതിന് മുകളിൽ തെങ്ങ് വെച്ചിട്ടുണ്ടല്ലോ, ആ തെങ്ങും തൈ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി. കുറെ നേരം നോക്കുന്നുണ്ട്. അതിനുശേഷം നേരെ കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. കിരൺ വെറുതെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കിരണേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ എന്താ കല്യാണി? അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. എന്താ? കാർത്തിച്ചിയുടെ വിവാഹം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ഇവിടെ പിന്നാമ്പുറത്ത് ഒരു തെങ്ങ് കണ്ടു. ഞാൻ ആ തെങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കിരണേട്ടൻ എന്നോട് പറഞ്ഞത് അത് എന്താണ്, വെയില് വെച്ചതാണ്, പെട്ടെന്ന് കായ്ക്കണ തെങ്ങാണ്, കൈ എത്തണ പാകത്തിന് തേങ്ങയാകും, പെട്ടെന്ന് എടുക്കാം, ഒരുപാട് തേങ്ങയാകും എന്നൊക്കെയാണ് കിരണേട്ടൻ പറഞ്ഞത്. പക്ഷെ ആ തെങ്ങ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. സാധാരണ ഒരു തെങ്ങും തൈ അത്രേ ഉള്ളൂ. അത് മാത്രല്ല, ആ തെങ്ങും തൈ എന്തിനാ അങ്ങനെ കുഴിയെടുത്തിരിക്കുന്നത്? അല്ല കല്യാണി, നിനക്ക് എന്താ പ്രശ്നം? അല്ല കിരണേട്ട, ഞാൻ കാര്യത്തിലല്ലേ ചോദിച്ചത്. നമ്മളെല്ലാവരും വട്ടത്തിലല്ലേ കുഴിയെടുക്കുള്ളൂ, ഇതിന് നീളത്തിൽ കുഴിയെടുത്തേക്കണം, അതും ഒരു 6-6.5 അടി നീളത്തില്. അത്രയും കുഴിയെടുക്കേണ്ട ആവശ്യം എന്താണ്? സത്യം പറ കിരണേട്ട, ആ കുഴിയുടെ അടിയിൽ ആരെങ്കിലും കൊന്നു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? കല്യാണി, നീ പോയി വളരെ മോശപ്പെട്ട രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത് കേട്ടോ എന്ന് കിരൺ പറയുമ്പോ കല്യാണി പറയുന്നുണ്ട്, കിരണേട്ട ഞാൻ കിരണേട്ടനെ സംശയിക്കണമൊന്നുമില്ല, പക്ഷെ എനിക്ക് അറിയണം കിരണേട്ട, കിരണേട്ടൻ എന്തോ ഒളിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു തെങ്ങൻ തൈ ഇരിക്കുന്നു. ആ തെങ്ങൻ തൈന്റെ ആ ഒരു ഭാഗം നോക്കിയാൽ തന്നെ അറിയാം എന്തൊരു വശപശക ഉണ്ടെന്ന്. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇല്ല കല്യാണി, അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറയാണ്. പക്ഷെ കല്യാണിയുടെ സംശയം മാറുന്നില്ല. അങ്ങനെ കിരൺ പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നുണ്ട്, കല്യാണി പോകുന്നില്ലല്ലോ. കല്യാണി വീണ്ടും ആ തെങ്ങൻ തൈ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ രാവിലെ മുതൽ. അപ്പൊ ശാന്ത ചേച്ചി വരുന്നുണ്ട്. എന്താ മോളെ ഏത് നേരം തെങ്ങൻ തൈ നോക്കണത്? അല്ല, ഞാൻ വെറുതെ നോക്കിയതാണ്. അപ്പൊ ശാന്ത ചേച്ചി ഡൗട്ട് പറഞ്ഞിട്ട് എന്തിനാ ഈ തെങ്ങിനെ ഇങ്ങനെ കുഴിയെടുത്തേക്കണത് എന്ന് ശാന്ത ചേച്ചിയും പറയാണ്. ശേഷം കല്യാണി ഈ കാര്യം ആകെ പറയാൻ പറ്റുമ്പോൾ തന്റെ അച്ഛൻ പ്രകാശിനോടാണ്. പ്രകാശിനോട് ഈ കാര്യം പറയുന്നില്ല. അപ്പൊ പ്രകാശം വേണം, അത് വെറുതെ കുഴിയെടുത്തിരിക്കും മോളെ, നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. കിരണിന്റെ ജീവിതത്തിൽ നീ അറിയാത്ത ഒരു രഹസ്യവും ഇല്ല, നീ അവനെ സംശയിക്കണ്ട എന്നൊക്കെ പ്രകാശം പറയാണ്. പക്ഷെ ആ കുഴി കണ്ടുകഴിഞ്ഞാൽ പ്രകാശിന് മനസ്സിലായിട്ടോ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന്, എന്തോ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ പ്രകാശനാണെങ്കിൽ ഈ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി പ്രകാശിന് വല്ലാത്തൊരു ഒരു സംഭവം, ഇതൊരു ആഗ്രഹം പോലെ. ഇനി കല്യാണി സംശയിക്കണ പോലെ തന്നെ കല്യാണി വെറുതെ ഒന്നും സംശയിക്കില്ലല്ലോ. ഇനി കല്യാണി സംശയിക്കുന്ന പോലെ ഇനി ഗംഗേനെങ്ങാനും കൊന്ന് അതിൽ കുഴിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് നമ്മുടെ പ്രകാശിന് വരുവാണ്. പക്ഷെ പ്രകാശനാണ് കുഴിച്ചിട്ടെന്നാണ് പ്രകാശനാണ് ഗംഗേനെ കൊന്നേന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കുഴി സംശയം വരണ്ടെന്ന് വെച്ചിട്ട് അതിൽ എങ്ങാനും ഗംഗപ്രസാദ് ശവമാണെങ്കിൽ മാറ്റാനേ പ്രകാശം നോക്കുള്ളൂ. പ്രകാശം തന്നെയാണെന്നാണ് ഞാൻ 100% പറയുള്ളൂ ഗംഗപ്രസാദിനെ കൊന്നത്, എന്തായാലും കിരണല്ല. അപ്പൊ അത് പ്രകാശം തന്നെയാണ്. കാരണം ആദ്യ പ്രൊമോയിൽ കാണിച്ചപ്പോ എനിക്ക് തോന്നിയ കാര്യമാണ് പ്രകാശനാണ് കൊന്നതെന്ന്. നിങ്ങൾക്ക് ആരെയും സംശയം എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. കുറെ പേര് ബൈജു ആണെന്നൊക്കെ പറയണോ. ബൈജു ആവാൻ ചാൻസ് ഇല്ല, മിക്കവാറും അത് ലക്ഷ്മി അമ്മ അല്ലെങ്കിൽ പ്രകാശൻ, ഇവർ രണ്ടുപേരിൽ ആരോ ആണ്. ലക്ഷ്മി അമ്മയെ ആവാലോ, എന്നിട്ട് ഡൗട്ടില്ലാത്ത പോലെ നടക്കുന്നതായിരിക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണില്ലേ, നമ്മൾ വിചാരിക്കുന്ന ആളല്ലായിരിക്കും കൊലയാളി, വേറൊരു ആളായിരിക്കും. അതുപോലത്തെ ടെസ്റ്റ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ലക്ഷ്മി അമ്മ, അല്ലാന്നുണ്ടെങ്കിൽ പ്രകാശൻ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.